ദൈവത്തിന് സ്തോത്രം. ഏവർക്കും ക്രിസ്തുവിൽ സ്നേഹ വന്ദനം. റോമാലേഖനം 3-ാം അധ്യായത്തിന്റെ അതിന്റെ 23-ാം വാക്യത്തിൽ ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു, അവന്റെ കൃപയാൽ ക്രിസ്തുയേശുവിലെ വീണ്ടെടുപ്പ് മൂലം സൗജന്യമായത്രേ നീതീകരിക്കപ്പെട്ടത് എന്ന് അവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുകയാണ്. ഇവിടെ ക്രിസ്തു കേന്ദ്രീകൃതമായ ഒരു തെരഞ്ഞെടുപ്പിനെ കുറിച്ചാണ് നമുക്ക് ദൈവവചനം പഠിക്കുമ്പോൾ മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. എഫേസ്യ ലേഖനം 1:7 ലോകസ്ഥാപനത്തിന് മുൻപേ അവിടുന്ന് നമ്മെ തെരഞ്ഞെടുത്തതായി അതിന്റെ 4-ാം വാക്യത്തിൽ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അതെ, ആ തെരഞ്ഞെടുപ്പ് ക്രിസ്തു കേന്ദ്രീകരണമാണ് എന്ന് എഫേസ്യ ലേഖനം 1:7 അത് വിശദമായി പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. ക്രിസ്തുവിന്റെ കാൽവറി മരണത്തിൽ അടിസ്ഥാനപ്പെട്ടതാണ് ആ വീണ്ടെടുപ്പ് എന്നുള്ളതാണ്. ആമോസ് പ്രവാചകൻ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അതിന്റെ 3:3 രണ്ടുപേർ ഒത്തിട്ടല്ലാതെ ഒരുമിച്ച് നടക്കുമോ എന്ന് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അതെ, കർത്താവുമായിട്ട് നാം ഒരുമിച്ച് ചേർന്നെങ്കിൽ മാത്രമേ നമുക്ക് ഒരുമിച്ച് നടക്കുവാനായിട്ട് കഴിയത്തുള്ളൂ. അങ്ങനെ ഒരുമിച്ച് നടക്കുവാനായിട്ട് കഴിയണമെങ്കിൽ ആ രണ്ടുപേരുടെയും ആ സ്വഭാവം ഒന്നായി തീരേണ്ടത് ആവശ്യമാണ്. വ്യത്യസ്ത ധ്രുവങ്ങളിൽ നിൽക്കുന്ന രണ്ടുപേർക്ക് ഒരിക്കലും ഒരുമിച്ച് പോകുവാനായിട്ട് കഴിയുകയില്ല. വിശുദ്ധനായ ദൈവവും പാപിയായ മനുഷ്യനും തമ്മിൽ ഒരുമിച്ച് നടക്കുവാനായിട്ട് ഒരിക്കലും സാധ്യമല്ല എന്നുള്ളതാണ് നാം അറിഞ്ഞിരിക്കേണ്ടത്. അതെ, ഇവിടെ അതാണ് ആമോസ് പ്രവാചകൻ ചോദിക്കുന്നത്. അങ്ങനെയുള്ളവർക്കാണ് യഹോവയായ ദൈവം തന്റെ രഹസ്യം വെളിപ്പെടുത്തി കൊടുക്കുന്നത്. അഥവാ ദൈവവുമായിട്ട് ചേർന്ന് ഒരുമിച്ച് നടക്കുന്ന തന്റെ കുഞ്ഞുങ്ങൾക്ക് അവിടുത്തെ രഹസ്യം അവിടുന്ന് വെളിപ്പെടുത്തുന്നു. അതാണ് ആ 3:7-8 വാക്യങ്ങളിലൊക്കെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. സദൃശ വാക്യങ്ങളിൽ അതിന്റെ 13:20 ഇപ്രകാരം നമുക്ക് കാണാവുന്നതാണ്: ജ്ഞാനികളോടുകൂടെ നടക്കുക, എന്നാൽ നീയും ജ്ഞാനിയാകും. ഭോഷന്മാർക്ക് കൂട്ടാളിയായവനോ വ്യസനിക്കേണ്ടി വരും എന്നാണ് അവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. സ്നേഹിതൻ എല്ലാ കാലത്തും സ്നേഹിക്കുന്നു, എന്നാൽ അനർത്ഥകാലത്ത് അവൻ സഹോദരനായി തീരുന്നു, ആ സഹോദരനായി മാറുന്നു തുടങ്ങിയ കാര്യങ്ങൾ 17 നമുക്ക് കാണാവുന്നതാണ്. അതേ പ്രിയമുള്ളവരെ, യഥാർത്ഥമായി നമ്മെ സ്നേഹിച്ച സ്നേഹം കാൽവറിയിൽ വെളിപ്പെട്ട സ്നേഹമാണ്. യഥാർത്ഥ സ്നേഹം ക്രിസ്തുവിന്റെ സ്നേഹമാണ്. ആ കർത്താവ് നമ്മെ എല്ലാ കാലത്തും കൈവിടാതെ വണ്ണം നമ്മെ സ്നേഹിച്ച് നിത്യതയോളം നടത്തുന്ന നല്ല സ്നേഹനിധിയായ കർത്താവാണ് നമ്മുടെ കർത്താവ്. അതിനുവേണ്ടിയാണ് അവിടുന്ന് കാൽവറിയിൽ യാഗമായി തീർന്നത്. എന്നാൽ ഇവിടെ നാം ആമോസ് പ്രവാചകൻ ചോദിക്കും പോലെ രണ്ടുപേർ തമ്മിൽ ഒത്തിട്ടല്ലാതെ ഒരിക്കലും നടക്കുവാനായിട്ട് സാധ്യമല്ല. ആ പാപ സ്വഭാവം വെച്ചുകൊണ്ട്, പാപപ്രവൃത്തി വെച്ചുകൊണ്ട്, ജഡത്തിന്റെ പ്രവൃത്തികൾ വെച്ചുകൊണ്ട് ഒരിക്കലും വിശുദ്ധനായ സർവശക്തനായ ദൈവത്തോട് നമുക്ക് ചേർന്ന് നടക്കുവാനോ വസിക്കുവാനോ സാധ്യമല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട്, അതെ, പൂർണ്ണമായി ക്രിസ്തുവിനോട് പറ്റി നിന്ന് വിജയകരമായ ക്രിസ്തീയ ജീവിതം നയിച്ച് മുൻപോട്ട് പോകുവാൻ, വചനത്തിൽ അടിയുറച്ചു നിന്ന് മുൻപോട്ട് പോകുവാൻ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം. അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കട്ടെ. നിത്യതയോടടുപ്പിക്കുന്ന എല്ലാ അനുഭവങ്ങൾക്കും നന്ദി.
കുരിശുകൾക്കും നാഥ നന്ദി. എല്ലാ തോൽവികൾക്കും നാഥ നന്ദി. നിന്റെ മുഖം കാൺമാൻ അത് നിമിത്തമായി എല്ലാ കണ്ണുനീരിലും നാഥ നന്ദി. നിന്റെ സാന്നിധ്യമറിയാൻ ഇടയായി. താഴ്വരയിൽ മുള്ളുകളിൽ പനിനീർപ്പു പോൽ, ശോധനയിൽ ചൂളയതിൽ പൊന്നുപോലെ, ഉയർച്ചയിലും താഴ്ചയിലും മരണത്തിലും ജീവനിലും നിൻ സാന്നിധ്യം മതി നാഥ, നിൻ സാന്നിധ്യം മതി. എന്നെ നിത്യതയോടടുപ്പിക്കുന്ന എല്ലാ അനുഭവങ്ങൾക്കും നന്ദി. എന്നെ നല്ല ശിഷ്യയാക്കിയിടുന്ന എല്ലാ കുരിശുകൾക്കും നാഥ നന്ദി.